ഇവിടെ നാട്ടിൽ വന്നാലേ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് ചുണ്ടൂനും പട്ടൂനും എൻ്റെ അടുത്ത് കാണാറില്ല കേട്ടോ. അവർ നേരത്തെ എണീറ്റ് നേരെ പോവും അടുക്കളയിലേക്ക്. അവിടെ പോയി അമ്മാമ്മയായിട്ട് സംസാരിച്ച് കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ മുറ്റത്ത് നടക്കുന്നുണ്ടാവും. ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പം ചുണ്ടു ഭയങ്കര കളിയിലാണ് അമ്മയായിട്ടും. അമ്മ സാധാരണ എൻ്റെ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ എണീക്കുന്ന സമയത്ത് കൂടുതലും ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് മൂപ്പരാൾ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കാറ്. എപ്പോൾ നാട്ടിൽ വരുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വരാറുള്ളത്. ഇപ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ചില സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നു കേട്ടോ. ഇനിയുള്ള 3-5 ദിവസം എന്താ പറയുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ രാവിലെ വന്ന് ഇതേപോലെ അതായത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കും. ഇപ്പോൾ അമ്മാമ്മ ഉള്ളത് കൊണ്ട് തന്നെ മൂപ്പരാൾ മീനൊക്കെ ക്ലീൻ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്നും തന്നില്ല, ഞാൻ വരണേക്ക് മുമ്പ് ആൾ തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് റെഡി മണിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇന്നും ഒന്ന് പുറത്ത് പോകണമായിരുന്നു. പുറത്ത് എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ ഈ കൊല്ലത്തിൽ ഒരിക്കലൊക്കെയാണ് കേട്ടോ കൂടെ പഠിച്ചവരൊക്കെ ഒന്ന് കാണുന്നതൊക്കെ. അതും ഭയങ്കര കുറവാണ്. അവരും അവരുടെ ഫ്രീ ടൈമും നമ്മുടെ ഫ്രീ ടൈമും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ, ഇഡ്ഡലിയും ചട്നിയും. അപ്പോൾ അമ്മ അവിടെ ഇഡ്ഡലി ചട്നിയൊക്കെ വെക്കുന്ന സമയത്ത് എന്നോട് പറയും, നിനക്ക് ഇഡ്ഡലി വേണ്ട, ടിഫിൻ വേണ്ടെങ്കിൽ ചോറാവുന്നുണ്ട്, ചോറ് കഴിച്ചോളാം പറയട്ടോ. ശരി, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഡ്ഡലിയും ചട്നിയും കഴിച്ച് കുടിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ റോട്ടിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞില്ല. ഞാൻ അച്ഛൻ വണ്ടി കൊണ്ട് പോയ കാരണം ഞാൻ നടന്നിട്ട് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. എനിക്കിങ്ങനെ നടന്നു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടെ ഒരാളുണ്ടെങ്കിൽ കുറച്ചുകൂടി സന്തോഷം. ശോഭയിലേക്ക് വരാനാണ് കേട്ടോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശോഭയാകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഈസിയാണ് വരാനായിട്ടും പോകാനായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ശോഭയിലാണ് ഞങ്ങൾ പോയതും. ഞങ്ങൾ പോയ നേരം എന്ന് പറയുന്നത് നല്ല വിശപ്പുള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ചെന്നോണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കോർട്ടിൽ കയറി. എപ്പോൾ ഒരുമിച്ച് കൂടിയാലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാറുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല. ഏകദേശം ഒരു 9-10 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും കോളേജ് കഴിഞ്ഞിട്ട്. ഒരു മാറ്റമില്ല ഞങ്ങൾക്ക് 2 പേർക്കും, അതാണ് സത്യം. പിന്നെ ഞങ്ങൾ അവിടെ കുറേ കടകളിൽ കയറി ഇറങ്ങി, സകലമാന കടകളിലും കയറി ഇറങ്ങി, പല സാധനങ്ങളും വാങ്ങാൻ വേണ്ടി നോക്കി, കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ട്രൈ ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ ഒന്നും വാങ്ങിയില്ല കേട്ടാ. ഞാനെടുത്ത അവൾ പറയും അത് വേണ്ടടി, അവളെടുത്താൽ ഞാൻ പറയും അത് വേണ്ടാന്ന്. ഒന്നും വാങ്ങാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സമയം കളയണത്, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് അവൾ ചോദിച്ചു. ശരി, ഓക്കെ പോവാമെന്ന് ഞാനും. മാർക്കോ സിനിമ കാണാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 2 പേരും ടിക്കറ്റ് അങ്ങോട്ട് എടുത്തു. പടം റേറ്റഡ് പടം ആയതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമ കണ്ടു. എനിക്കത്ര ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. എന്തോ പോലെ തോന്നി, എനിക്ക് പേടിയാവല്ല, എനിക്കത് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു നൈറ്റ് ഒരു 7 മണി 7:30 ആയി സിനിമ കഴിയുമ്പോൾ. അപ്പോൾ അത്രയുള്ളോട്ട് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇനി നമുക്ക് നാളെ കാണാം. ബൈ.